ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണേ. ഇപ്പോൾ ആക്ച്വലി മാമ്പഴങ്ങളുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീട്ടിലും മാങ്ങകൾ കാണും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഈസി റെസിപ്പിയാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിക്കതും. സോ നാട്ടുമാങ്ങ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊപ്പം തന്നെ ഒന്ന് കഴിച്ചു നോക്കൂ. വായിൽ കപ്പലോടുന്ന വിധത്തിലുള്ള ടേസ്റ്റാണേ. സോ നാട്ടുമാങ്ങ കിട്ടുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നാട്ടുമാങ്ങയാണ്. നല്ല പഴുത്ത നാട്ടുമാങ്ങ. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നാട്ടുമാങ്ങ എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി ചെറിയ സൈസുള്ള മാങ്ങകളായിരിക്കും. അപ്പോൾ അത് നല്ലോണം കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ചട്ടിയിൽ ഇട്ട് വെച്ചേക്കുവാണേ. പഴുത്ത നാട്ടുമാങ്ങകൾ ഇങ്ങനെ കടിച്ച് തിന്നാൻ തന്നെ ഈ ഒരു പരുവത്തിൽ കടിച്ച് തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറിയും അടിപൊളിയായിരിക്കുമേ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാട്ടുമാങ്ങയിലേക്ക് കുറച്ച് വെള്ളവും അതൊന്ന് മുങ്ങിക്കിടക്കാൻ തക്ക വിധത്തിലുള്ള വെള്ളവും അതുപോലെ തന്നെ 3 പച്ചമുളക് കീറിയിട്ടതും അതുപോലെ തന്നെ കരിവേപ്പിലയാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് ചിരവാം. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3-4 ചുവന്നുള്ളി, കൊച്ചു ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി വലിയ സൈസാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ജീരകം ഇടുന്ന കുപ്പിയുടെ അടപ്പിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും കൂടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ദാണ്ട് ഇതേ പരുവത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോഴേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന ആ ഒരു മാമ്പഴം സെറ്റായിട്ടുണ്ടായിരിക്കും. നല്ലതുപോലെ തിളച്ച് വന്ന ആ മാമ്പഴത്തിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കുന്ന വിധം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കാരണം ഈ മാങ്ങയ്ക്കകത്ത് നല്ലപോലെ പഴുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ചേർത്ത ആ ഒരു മസാല, ഉപ്പാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും എല്ലാം ഒന്ന് അതിനകത്ത് പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് പഴുത്ത മാങ്ങയല്ല നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ, അതായത് നല്ല മധുരമില്ലാത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്ത മാങ്ങയാണ്, അതുകൊണ്ട് അതെനിക്ക് ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് നമുക്ക് കടുക് വറക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അതിനു മുന്നേ പപ്പടം കാച്ചിയ ചട്ടിയിലാണ് ഈ കടുക് വറക്കാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില എന്നിവ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം, അതായത് ചുവന്നുള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്